നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദമൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് അതായത് ഇപ്പോൾ KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി സംബന്ധിച്ച് മന്ത്രി CP ജോൺജി നടത്തിയ ചില പരാമർശങ്ങൾ വിവാദമായല്ലോ. പൈസ ഇല്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുകയാണെന്നും എന്നാൽ മക്കളെ വലിയ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുവാൻ കയ്യിൽ ഇഷ്ടംമാതിരി പണമുണ്ട് എന്നുമാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇതിപ്പോൾ ഇത്ര വലിയ വിവാദമാക്കണോ? കാശില്ലാത്തവർ മക്കൾക്ക് ജന്മം നൽകരുത്, പാവപ്പെട്ട സ്ത്രീകൾ പ്രസവിക്കരുത് എന്നൊന്നും അല്ലല്ലോ മന്ത്രി പറഞ്ഞത്. ശരി, ഈ പ്രിയദർശിനി പദ്ധതിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എനിക്ക് ഇദ്ദേഹം പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വഴിയെ പോകുന്നവനെ നിർബന്ധിച്ച് ഒരാൾ വിളിച്ചു വരുത്തി ഇലയിട്ട് സദ്യ വിളമ്പി അത് കഴിച്ച് കഴിയുമ്പോൾ ഉളുപ്പില്ലാത്തവൻ വന്ന് കഴിച്ചു പോകുന്നു. നിൻ്റെ ഒന്നും വീട്ടിൽ ചോറില്ലേ എന്നിപ്പോൾ ഒരാൾ ചോദിച്ചാൽ എങ്ങനെയുണ്ടാവും? അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് KSRTC ബസ്സിൽ ഫ്രീ യാത്ര വേണമെന്ന് കേരളത്തിലെ ഒരു സ്ത്രീ പോലും ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു സ്ത്രീയും ഫ്രീ യാത്രക്കായി സർക്കാരിനോട് വന്ന് എരന്നിട്ടുമില്ല. KSRTCയിലെ സൗജന്യ യാത്ര എന്നത് UDFൻ്റെ ഒരു ഇന്ദിരാ ഗ്യാരണ്ടിയുടെ പ്രഖ്യാപിത ജനക്ഷേമ വാഗ്ദാനമാണ്. അതും പറഞ്ഞ് സ്ത്രീകളുടെ വോട്ട് മേടിച്ചു. ആ വാഗ്ദാനം അല്പം വെള്ളം ചേർത്ത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിട്ട് ആണെങ്കിലും പദ്ധതി നന്നായിട്ട് തന്നെ നടപ്പിൽ വരുത്തിയിട്ടോ ആ കിട്ടിയ സൗജന്യം സ്ത്രീകൾ നന്നായി ഉപയോഗിക്കുന്നു. അതൊരു തെറ്റാണോ? എന്നാൽ പ്രൈവറ്റ് ബസ്സിൽ ഈ ആനുകൂല്യം ഇല്ലാത്തതിനാൽ സ്ത്രീകൾ അതിൽ കയറാതെ KSRTCയിലേക്ക് കൂടുതലായിട്ട് മാറി. ഇതോടെ പ്രൈവറ്റ് ബസ് മേഖല തകർന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീകളോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ സ്വകാര്യ ബസ്സിലും ഫ്രീ യാത്രയാക്കി അവർക്ക് വരുന്ന നഷ്ടം സർക്കാർ അവർക്ക് അങ്ങോട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയും ചെയ്തില്ല. അപ്പോൾ എന്തായി? മറുവശത്ത് നഷ്ടപരിഹാരം സർക്കാരിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ KSRTCയും തകർന്നേക്കാം. നിലവിൽ പ്രൈവറ്റ് ബസ് മേഖലയും തകർന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ട് കിട്ടുവാൻ ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ കൃത്യമായ മാനദണ്ഡം ആവശ്യമാണ്. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി കൂടി നോക്കണ്ടേ? ഇനിയെങ്കിലും ഇതൊക്കെ ചിന്തിക്കണം. അതൊന്നും ചെയ്യാതെ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? ഈ തുഗ്ലക് ഭരണപരിഷ്കാരം നടപ്പാക്കുമ്പോൾ ചിന്തിക്കണമായിരുന്നു. അല്ലെങ്കിൽ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് ഇപ്പോൾ 60 വയസ്സിൽ മുകളിലുള്ള ആളുകൾക്ക് സൗജന്യം കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ വരുമാനം ഉള്ള ആളുകൾക്ക് ചില പ്രത്യേക സമയത്ത് മാത്രം സൗജന്യം കൊടുക്കുക, അതും അല്ലെങ്കിൽ ആശുപത്രിയിൽ കിടക്കുന്ന രോഗികളെ കാണാൻ പോകുന്നവർക്ക് മാത്രമായിട്ടൊരു പാസ്, ഇങ്ങനെ ഒരു ലിമിറ്റഡായി. അതേപോലെ ഈ പബ്ലിക് ഹോളിഡേയ്സിൻ്റെ അന്നൊന്നും ഫ്രീ ആയിട്ട് കൊടുക്കാതിരിക്കുക എന്നൊക്കെ ആയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോൾ സർക്കാരിന് വലിയൊരു ബാധ്യതയാണ്. എന്നാലോ പ്രൈവറ്റ് ബസ് മേഖല തകരുകയും ചെയ്യുന്നു. ജനങ്ങൾക്ക് ആവശ്യം ഫ്രീ അല്ല, തുല്യതയാണ്. ഇപ്പോൾ പിൻവാതിൽ നിയമനം, രാഷ്ട്രീയക്കാർക്ക് വേണ്ടപ്പെട്ട താൽക്കാലിക ജീവനക്കാരെ സ്ഥിരാക്കുക, ഏതെങ്കിലും വിഷയത്തിൽ കൊല്ലപ്പെട്ടവർക്ക് സർക്കാർ ധനസഹായത്തിൻ്റെ കൂടെ സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞ് വെറുതെ സർക്കാർ ജോലി കൊടുക്കുക എന്നതെല്ലാം ഒഴിവാക്കി അർഹതപ്പെട്ടവർക്ക് ജോലി കൊടുക്കുക. ഇപ്പോൾ PSC ഒക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തർ എഴുതി എടുക്കുന്നത്. സ്വയം തൊഴിൽ കണ്ടെത്തുന്നവർക്ക് സാമ്പത്തിക സഹായങ്ങളും സാങ്കേതിക സഹായങ്ങളും സർക്കാർ ചെയ്തു കൊടുത്താൽ വളരെ നല്ലതാവും. 60 വയസ്സ് കഴിഞ്ഞവർക്ക് 3000 രൂപ എന്നൊരു വാഗ്ദാനം നിറവേറ്റി കൃത്യമായിട്ട് എല്ലാ മാസം കൃത്യമായിട്ട് കൊടുക്കണം. പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് മൊത്തം വിദ്യാഭ്യാസം ഫ്രീ കൊടുക്കുന്നു, ഒരു നല്ല കാര്യമാണ്. അതേപോലെ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് അവർ തുടങ്ങിയതായിരുന്നു 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ. അപ്പോൾ അത് നിർത്തലാക്കി എന്നൊക്കെ അറിയുന്നുണ്ട്, എന്താണെന്നറിയില്ല ആ പദ്ധതിയുടെ പുതിയ അവസ്ഥ. എന്തായാലും കുറേ പേർക്ക് ഒരു ഗുണം കിട്ടുന്നൊരു കാര്യമായിരുന്നു 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ. അതും പോയി. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും നേതാക്കളുടെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത്? നേതാക്കൾ അസുഖം വന്ന ഗവൺമെൻറ് ആശുപത്രിയിലാണോ ചികിത്സ നേടുന്നത്? സർക്കാർ സ്കൂൾ തങ്ങളുടെ പരിസരത്ത് ഇല്ലാത്തതിനാൽ നിവൃത്തികേട് കൊണ്ട് പ്രൈവറ്റ് സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കുന്ന പാവപ്പെട്ടവരുണ്ട്. പ്രൈവറ്റ് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന സർക്കാരിന് ലാഭമുള്ള കാര്യമല്ലേ? ലോട്ടറി ടിക്കറ്റ് പാവപ്പെട്ടവൻ മാത്രം എടുത്താൽ മതി എന്നൊക്കെ പറയാൻ പറ്റുമോ? പ്രിയദർശിനി ബസ്സിൽ വലിയ തിരക്കാണെങ്കിൽ നമ്മൾ ആ തിരക്കിനെ ഒന്ന് ലിമിറ്റ് ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ചത് സീറ്റിംഗ് കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ ആളുകൾ കയറാൻ പാടില്ല എന്നൊരു നിയമം എടുക്കാമല്ലോ. ഇപ്പോൾ ബസ്സിൽ ഭയങ്കര കുത്തിത്തുരുക്കി പോകുന്നു എന്നാണ് മന്ത്രി പറഞ്ഞതിൻ്റെ ചുരുക്കം. അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? 50-ൽ കൂടുതൽ, ഇപ്പോൾ 50 സീറ്റാണ്, 50 സീറ്റിൽ കൂടുതൽ ആളുകൾ കയറ്റണ്ട, അങ്ങനെ ഒരു നിയമം എടുക്കാമല്ലോ. അങ്ങനെ ആകുമ്പോൾ ബാക്കിയുള്ളവരെ എന്ത് ചെയ്യും? കൂടുതൽ പുതിയ ബസ് ഇറക്കി പ്രശ്നം പരിഹരിക്കേണ്ടി വരും. നമ്മൾ തന്നെയാണല്ലോ നിയമം തുടങ്ങിയത്. പിന്നെ ഫ്രീ എവിടെ കിട്ടിയാലും എത്ര പണക്കാരനത് ഉപയോഗിക്കും? സ്വാഭാവികം. 400 രൂപയുടെ കിറ്റ് കിട്ടിയാൽ പോലും മലയാളികൾ വേണമെങ്കിൽ ആ കിറ്റ് കൊടുത്ത പാർട്ടിക്ക് വോട്ടും ചെയ്യും. പിന്നെയാണോ
ഫ്രീ ആയിട്ടുള്ള യാത്ര ഉപേക്ഷിക്കുന്നു. അതൊന്നും നടക്കില്ല. അതൊക്കെ ഫ്രീ കൊടുക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട വിഷയമെന്നർത്ഥം. നികുതി കൊടുക്കുന്ന സ്ത്രീകൾക്ക് സൗജന്യ യാത്രയായാൽ എന്താണ് പ്രശ്നം? ഇപ്പം തന്നെ MLA മാരും അല്ലെങ്കിൽ MP മാരുടെയൊക്കെ വിമാനയാത്ര, അവരുടെ PA മാർക്ക് കൊടുക്കുന്ന സാലറി, പെൻഷൻ, മൊബൈൽ ബില്ല്, ആശുപത്രി ബില്ല് തുടങ്ങി സകലമാന ചെലവും പൊതുജനങ്ങളുടെ നികുതി എന്നല്ലേ പോകുന്നത്. അതുപോലെ ഇങ്ങനെയും പ്രിയദർശിനി ബസ്സിലൂടെ കുറച്ച് നഷ്ടം ഉണ്ടാകുന്നു കരുതിയാണ്ടി വരും. ശരി, ഇനിയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫ്രീ കൊടുക്കുമ്പോൾ നന്നായി ചിന്തിച്ച് ശ്രദ്ധിച്ച് കൊടുക്കുക. അപ്പോൾ അടുത്ത ദിവസം ഒരു കിടിലൻ സബ്ജക്റ്റുമായി സന്തോഷ് പണ്ഡിറ്റ് ഷോ കാണാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.